ഞാനേ ഇന്നലെ പറഞ്ഞിരുന്നു, മൈഗ്രെയിൻ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മരുന്ന് പറഞ്ഞു തരാമെന്ന്. മൈഗ്രെയിൻ എന്ന അസുഖത്തിൻ്റെ കാരണവും പരിഹാരവും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി വെച്ചിട്ടാണ് പറയണേ, അല്ല എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വെച്ച്. ഞാനൊരു ഡോക്ടറൊന്നുമല്ല, അത് പറയാം. പക്ഷെ മരുന്നുകളെക്കുറിച്ച് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ കുടുംബപരമായിട്ട് ആരോഗ്യ പ്രവർത്തകരാണ്. എൻ്റെ അച്ഛനൊരു ഡോക്ടറായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറയണേ, വേദന എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിലെ ഓരോ ഭാഗത്തും വേദന, ഓരോ ഭാഗത്തും ശരീരം നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് വേണ്ടതായ ഊർജം, എനർജിയും മറ്റ് ജൈവ സാന്നിധ്യങ്ങളും വേണം അവിടെ. ഓക്കെ, ആ ഊർജം അവിടെ എത്തുന്നത് ഒരു ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരു സാധനമുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്നത് ശരീരത്തിൽ എല്ലായിടത്തും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന രക്തം എന്ന മാധ്യമത്തിലൂടെയാണ്. ഓക്കെ, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും പ്രവർത്തനങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ, ആ പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ ബ്രെയിനിലേക്ക് മെസ്സേജ് പോകും. ബ്രെയിന് അത് മറ്റ് ശരീരഭാഗങ്ങളിൽ, അപ്പോൾ ആ ഒരു ഭാഗം വർക്ക് ചെയ്യാതാകുമ്പോൾ മറ്റു ഭാഗങ്ങൾക്ക് തിങ്ങൽ വരും, അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ സാധനങ്ങൾ അവിടെ അവർ വർക്ക് ചെയ്യും, ഈ ഒരു ഭാഗം വർക്ക് ചെയ്യില്ല, അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അത് മെസ്സേജ് പോയിട്ട് തിരിച്ച് വരുന്നതാണ് വേദനയായിട്ട്. ആ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ വരാൻ വേണ്ടി ശരീരം പ്രയത്നിക്കുന്നതാണ് വേദന. ബ്ലഡ് ഫ്ലോ കിട്ടാതെ വരുമ്പോഴാണ് ഈ വേദന എന്ന് പറയുന്ന വസ്തു അനുഭവപ്പെടുന്നത്. ഏത് ശരീരഭാഗത്തിലും, കാലിലാണെങ്കിൽ, കാല് വേദനിക്കുകയാണെങ്കിൽ കാലിൻ്റെ ആ ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ല, അതുകൊണ്ടാണ് കാല് വേദനിക്കുന്നത്. കൈയിൻ്റെ ഈ അറ്റം വേദനിക്കുകയാണെങ്കിൽ അവിടേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ വേദനിക്കുന്നത്. അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് ഫ്ലോ ആയിട്ട് അതിന് വർക്ക് ചെയ്യാൻ വേണ്ട എനർജി കിട്ടാതെ വരുമ്പോഴാണ് ഈ വേദന എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവുന്നത്. അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് രക്തം മറ്റൊരു ഭാഗത്തേക്ക് എത്താതെ വരുന്ന സംഭവമാണ്. എത്താതെ വന്നിട്ട് അവിടെ പ്രവർത്തനം നടക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ് വേദന. മൈഗ്രെയിനും ഇതേ സംഭവം തന്നെയാണ്. തലയിലേക്ക് ആവശ്യമായ രക്തപ്രവാഹം ഇല്ലാതെ വരുമ്പോഴാണ് തലവേദന വരുന്നത്. അതിൻ്റെ ഒരു രൂപമാണ് മൈഗ്രെയിൻ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും രക്തം എത്താതിരിക്കാൻ എന്താ കാരണം? ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തുന്നില്ല, ചില സമയത്ത് എത്തുന്നില്ല. എന്താ കാരണം? രക്തക്കുഴലുകൾ ചുരുങ്ങിയിരിക്കണതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിലൂടെ രക്തത്തിന് ചുരുങ്ങിയിരുന്നിട്ട് രക്തത്തിന് അതിൽ കടന്നു പോകാൻ പറ്റാത്തതായിരിക്കാം, ചുരുണ്ടു പോയതായിരിക്കാം. പല കാരണങ്ങളുമുണ്ട്. ബ്ലഡ് ഫ്ലോ കിട്ടാതിരിക്കാൻ. രക്തം ദ്രാവകാവസ്ഥയിലാണ്. രക്തമാണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ട എനർജി, മറ്റ് സാധനങ്ങളൊക്കെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത്. കൊഴുപ്പും ഈ ഫ്ലോ കുറഞ്ഞു പോയാൽ അതിൽ കൊഴുപ്പും പഞ്ചസാരയൊക്കെ കൂടി വന്നിട്ട് തിക്കായിട്ട് ഇത് കറക്റ്റ് ഫ്ലോ കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ, ഫ്ലോ തടസ്സപ്പെടുമ്പോൾ ആണ് തലച്ചോറിലേക്കുള്ള ഫ്ലോ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് തലവേദന വരുന്നത്. ബ്ലഡ് തിക്നെസ് കൂടിയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റാണ്ടാവും, അല്ലെങ്കിൽ ബ്ലഡ് വെയിൻസ് വർക്ക് ചെയ്യാണ്ട്, ബ്ലഡിനെ കടത്തി വിടാണ്ട്, ബ്ലഡ് വെസൽസ് അങ്ങനെ ചുരുങ്ങിയിട്ടോ അല്ലെങ്കിൽ അമർന്നിട്ടൊക്കെ ഇരിക്കുമ്പോഴും രക്തം അങ്ങോട്ട് പോവില്ല. അപ്പോൾ വേദന അനുഭവപ്പെടും. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഒരു നാടൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ മൈഗ്രെയിനുള്ള കുട്ടികളെ വെള്ളം ധാരാളം കുടിപ്പിക്കും. ഒരുപാട് പച്ചവെള്ളം കുടിച്ചു കഴിയുമ്പോൾ
ഛർദ്ദിക്കാൻ വരും ഒരുപാട് വെള്ളം ചെല്ലുമ്പോൾ. അതിൽ 2 കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യം രക്തം എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയിലാണ്. രക്തത്തിന് മൂവ് ചെയ്യാൻ വേണ്ട അതിൽ കൊളസ്ട്രോളും മറ്റ് പഞ്ചസാരയൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് സുഗമമായിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. മൂവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ രക്തം നീങ്ങില്ല. അപ്പോൾ അതിന് കൂടുതൽ ജലാംശം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ദ്രാവകാവസ്ഥ കൂടും രക്തത്തിന്. അപ്പോൾ രക്തം മൂവ് ചെയ്യും. അപ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ, ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അത് ശരീരം എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത്ര സ്വാംശീകരിക്കുകയും ബാക്കിയാണ് ഛർദ്ദിച്ച് കളയുന്നത്. ബാക്കി ശരീരത്തിൽ വയ്ക്കാൻ കഴിയില്ല, അപ്പോൾ പുറത്തേക്ക് കളയും. ഈ പുറത്തേക്ക് കളയുമ്പോൾ അതിന് മുമ്പ് ശരീരം വേണ്ട വെള്ളം മേൽ സ്വീകരിച്ചു, ബ്ലഡിലേക്ക് അത് കലർന്നു, ബ്ലഡ് ഫ്ലോ ശരിയായി തുടങ്ങി. അത് ബ്ലഡ് ഫ്ലോ ശരിയായി വരുന്നു. എക്സസ് വെള്ളം, ജാസ്തി അവിടെ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഛർദ്ദിച്ചു പോകുമ്പോൾ, നമ്മൾ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രഷർ വരും. മുഖത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ, നെഞ്ചിൽ ഒക്കെ പ്രഷർ ഉണ്ടാവും, ഒരു ബലം വരുമല്ലോ. ആ ബലത്തിൽ നമ്മുടെ ശരീരം ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. മുഖത്തും തലയിലുമൊക്കെയുള്ള ബ്ലഡ് വെസലുകൾ, രക്തനാളി കുഴലുകൾക്ക് മർദ്ദം അനുഭവപ്പെടുകയും അവ ഒന്നുകൂടി ആക്റ്റീവ് ആവുകയും അങ്ങനെ രക്തചംക്രമണം കൂടുകയും ചെയ്യും. അവിടെ 2 പ്രവർത്തനമുണ്ട്. ബ്ലഡ് കൂടുതൽ ദ്രാവകാവസ്ഥയിലായി വെള്ളം കിട്ടിയപ്പോൾ, പ്ലസ് ഈ ഛർദ്ദിക്കുമ്പോഴുള്ള മർദ്ദം ഉണ്ടല്ലോ, ഒരു പ്രഷറുണ്ട്. ആ പ്രഷർ ഈ ഭാഗത്ത് എല്ലായിടത്തും വന്നിട്ട് ബ്ലഡ് ഫ്ലോ കൂടാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ വെള്ളം കുടിച്ചിട്ട് ഛർദ്ദിച്ചു പോയാൽ തലവേദന മാറുമെന്ന് പറയുന്നത്. തലയിലേക്കുള്ള കൂടുതൽ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ തലവേദന കുറയും. അപ്പോൾ ജലാംശം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ജലാംശം കൂടുതലല്ല, അതിൻ്റെ നോർമൽ ലെവലിലാണെങ്കിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും, അവിടെ തടസ്സം വരില്ല, വേദന വരില്ല. ചില ഘട്ടത്തിൽ മൈഗ്രെയിൻ വന്നിട്ട് തലവേദന വന്നാൽ കാഴ്ച പോലും മങ്ങിപ്പോവും. അപ്പോൾ ആ കണ്ണിൻ്റെ അവിടേക്ക് പോകുന്ന ബ്ലഡ് വെസലിലേക്ക് ബ്ലഡ് പോകുന്നില്ല. അവിടെ ആ പ്രവർത്തനം നടക്കാതെ വരുമ്പോഴാണ് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടാവുന്നത്. തലയിലേക്കുള്ള ബ്ലഡ് കൂട്ടുവാൻ കഴിയുന്ന ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ സൈബേലിയം 5 mg, അതിൻ്റെ കണ്ടൻറ്റ് ഫ്ലുനാറിസിൻ ഹൈഡ്രോക്ലോറൈഡ് 5 mg എന്നാണ് അതിൻ്റെ കണ്ടൻറ്റ്. ശരിക്കും അതാണ് മെഡിസിൻ. അതിൻ്റെ മറ്റേത് സൈബേലിയം അല്ലെങ്കിൽ സിബേലിയം എന്നൊക്കെ പറയും. അത് ഒരു ബ്രാൻഡ് കമ്പനി ഇട്ടിട്ടുള്ളൊരു പേരാണ്. അതിലത്തെ മരുന്ന്, അതിൻ്റെ കണ്ടൻറ്റ് ഫ്ലുനാറിസിൻ ഹൈഡ്രോക്ലോറൈഡ് എത്ര mg, 5 അല്ലെങ്കിൽ 10 എത്ര വെച്ചാൽ അത്. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് മരുന്നുകളുണ്ട്. നോമിഗാൻ 5 mg, ഫ്ലൂകാം 5 mg, ഫ്ലുനാറിൻ 5 mg, സീറോഗ്രെയിൻ 5 mg, ഫ്ലൂനർ 5 mg. ഇതൊക്കെ ഓരോരോ കമ്പനികളിട്ടുള്ള പേരാണ്. നോമിഗോൺ ഒക്കെ. ഫ്ലൂനാറിസിനാണ് അതിൻ്റെ കണ്ടൻറ്റ്. ഫ്ലൂകാം അങ്ങനെ ഒരു മെഡിസിൻ ഉണ്ട്. ഫ്ലൂനാറിൻ ഉണ്ട്, സീറോഗ്രെയിൻ ഉണ്ട്, ഫ്ലൂനർ 5 mg ഉണ്ട്. അങ്ങനെ പല ബ്രാൻഡിനെയും പല പേരുകളിലും ഉണ്ട്. പക്ഷെ കണ്ടൻറ്റ് ഫ്ലുനാറിസിൻ ഹൈഡ്രോക്ലോറൈഡാണ്. അത് അടങ്ങിയിട്ടുള്ള മറ്റു മരുന്നുകളാണ്. ആ മരുന്നുകളാണ് മൈഗ്രെയിന് ഉപയോഗിക്കുന്നത്. ഇവ ഓരോന്നും ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അറിഞ്ഞിട്ട് ഡോക്ടർമാർ ഓരോരുത്തരുടെയും ശരീരം അവരുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. എന്താണ് ശരീരത്തിൽ എന്താ അവസ്ഥ, വിശപ്പ് ജാസ്തി ഉണ്ടോ, എന്താണ് ശരീരത്തിൻ്റെ പ്രകൃതി ചോദിച്ചിട്ട് പ്രകൃതം മനസ്സിലാക്കിയിട്ട് അവർ ഓരോന്ന് സജസ്റ്റ് ചെയ്യും. ഈ ബ്രാൻഡ്, ഈ പേരുകളുള്ള ഏതെങ്കിലും ഒന്ന് ഈ ശരീരത്തിന് സൂട്ടാവും എന്നുള്ളത് ഡോക്ടർമാർക്ക് മനസ്സിലാവും. അവരത് സജസ്റ്റ് ചെയ്യും. ആ സജസ്റ്റ് ചെയ്യണ മെഡിസിൻ ഒരു തവണ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.
എന്നിട്ട് ജീവിത ശൈലിയിൽ വ്യത്യാസം വരുത്തുക, ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുക, വെള്ളം ലിക്വിഡുകൾ ധാരാളം കുടിക്കുക, പ്ലെയിൻ വാട്ടർ നല്ലോണം കഴിക്കുക. അങ്ങനെ വെള്ളം കൂടുതൽ കൺസ്യൂം ചെയ്തിട്ട് മൈഗ്രെയിനെ മറികടക്കാം. വെള്ളം മാത്രം കൺസ്യൂം ചെയ്തിട്ടല്ല, അതിൻ്റേതായ ചില കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. അത് മരുന്നില്ലാതെ തന്നെ മറികടക്കാൻ കഴിയും. ഡോക്ടർമാർ കോപ്പറേറ്റ് ചെയ്യും, അവർ വിദഗ്ധോപദേശം തരും. അങ്ങനെയാണ് മൈഗ്രെയിനിൻ്റെ ഒരവസ്ഥ. വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതോടുകൂടി അതിനെ പരിഹരിക്കാനുള്ള വഴികളും നമുക്ക് തെളിഞ്ഞു വരും. അപ്പോൾ ഇത് എല്ലാവർക്കും പെടും എന്ന് വിചാരിക്കട്ടെ. ഇതൊരു ബേസിക് നോളജാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ആലോചിച്ചാൽ